നമ്മളിന്ന് ചൂര മീൻ പൊരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, നുള്ളു കൊത്തമല്ലി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അരമണിക്കൂർ വച്ചിട്ട് വേണം പൊരിക്കാൻ. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കാം. നമ്മളിതാ എണ്ണയിലോട്ട് എണ്ണ നന്നായി ചൂടായി നമ്മളിതാ വറുക്കുക ചെയ്യണം. നമുക്കിതെല്ലാം ഇട്ടിട്ട് കാണാം. അപ്പം നമ്മളിതാ എല്ലാം ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് മൂത്തിട്ട് നമുക്ക് തിരിച്ച് മറ്റേ സൈഡ് മൂപ്പിക്കാം. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിടാം. നമുക്കിതെല്ലാം മറിച്ചിട്ടിട്ട് കാണാം. മീൻ പൊരിക്കണ മണം കേട്ട് നമ്മുടെ ഇവിടുത്തെ പൂച്ച അതാ വന്ന് വിളിയോട് വിളിയാ. ഇതാ നന്നായിട്ട് നമ്മളെല്ലാം മറിച്ചിട്ടു. ഇതിനി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം. ഇതും കൂടി മറിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. ഇടയ്ക്കൊന്ന് കറക്കിയും കൂടി വെക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എല്ലാം റെഡിയായി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ മീനിൽ എല്ലാ സാധനങ്ങളും ഇട്ട് മുളക്, മല്ലി, മഞ്ഞൾ, ഇച്ചിരി കൊത്തമല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരം ഇട്ട് നമ്മൾ അരമണിക്കൂറോളം അതിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കണം. അപ്പം നിങ്ങൾ മീൻ വറുക്കുമ്പോൾ കുറച്ച് വരനിട്ട് അത് മസാല ചേർത്ത് വെച്ചാൽ അത് കുറച്ചും കൂടി ഇരിക്കും, കുറച്ചും കൂടി പെട്ടെന്ന് പിടിക്കും നമ്മുടെ മീനിൻ്റെ ഉള്ളിലോട്ട്. എന്നിട്ടാണ് നമ്മൾ മീൻ വറുക്കാൻ. ഏത് ഓയിൽ ഉപയോഗിച്ച് നമുക്ക് മീൻ വറുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും മെഷീൻ കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചൂരമീൻ ഫ്രൈ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്.